അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ കേട്ട ഒരു പ്രദേശത്താണ്. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടൊക്കെ വരാനുണ്ടായ സൗഭാഗ്യം എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. കാരണം 1400 കൊല്ലം മുമ്പ് വലിയ പീഡനങ്ങൾ അനുഭവിച്ച പ്രവാചകൻ കടന്നു വന്ന പ്രദേശം, ആ റസൂലുള്ളാഹിനെ സ്വീകരിച്ച പ്രദേശം, അദ്ദേഹത്തിന്റെ പേരിൽ ആ സ്വീകരിച്ച സഹാബിയെ, അതായത് ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ജൂതനാണ്, നീനവ നാട്ടുകാരനാണ്. അദ്ദേഹത്തെ അള്ളാഹു ആദരിച്ച് ലോകത്ത് അവസാനിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ നാമകരണം ചരിത്ര സ്മാരകമായി നിലനിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായ സംഭവത്തിന്റെ യാഥാർത്ഥ്യം ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്, പ്രവാചകനെ പീഡനത്തിന് വിധേയമായി കടന്നു വരുമ്പോ അബ്ബാസി എന്ന് പറഞ്ഞ ആളെ പറഞ്ഞയച്ചത് ഒത്തുപത്തും ഷൈബത്തും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അവരാണ് അവർ കുടുംബത്തിലെ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്, പക്ഷെ ശത്രുക്കളാണ്. ആ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദിന് പ്രയാസമുണ്ടായപ്പോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മുന്തിരി കൊടുത്തു വിടുന്നത് ഇവരാണ്. പക്ഷെ അബ്ബാസ് കടന്നു വന്ന് മുന്തിരി കൊടുത്തപ്പോ റസൂലുള്ള അതിൽ നിന്ന് 2 മുന്തിരി എടുത്ത് തിന്നു. വായക്ക് വെക്കാൻ നേരത്തെ റസൂലുള്ള പറയാണ് ബിസ്മില്ലാ. ഈ ശബ്ദം കേട്ടപ്പം അബ്ബാസ് ചോദിക്കാണ്, ഞാൻ ഇതുവരെ ആരിൽ നിന്നും കേൾക്കാത്തൊരു പദമാണല്ലോ ഇത്, എന്താ നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ അള്ളാഹുവിന്റെ നാമത്തിലാണ് ഞാൻ ഈ പറയുന്നത്, അള്ളാഹുവിന്റെ പേര് ഉദ്ധരിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള ആ സംവാദം തുടങ്ങുകയാണ്, അബ്ബാസുമായിട്ടുള്ള സംവാദം തുടങ്ങുകയാണ്. നീ എവിടത്തുകാരനാന്ന് ചോദിച്ചപ്പോ ഞാൻ ഇറാനിലെ നീനവക്കാരനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെട്ടു. അതെ, എന്റെ സഹോദരൻ യൂനുസ് നബിയുടെ നാട്ടുകാരനാണല്ലേ. എങ്ങനെ നിങ്ങൾ യൂനുസിനെ അറിയാം? അപ്പൊ പറഞ്ഞു, ഞാനും യൂനുസും ഒരു ഒരേ രീതിയിൽ വന്ന പ്രവാചകന്മാരാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിക്കാൻ വന്നതാണ്. അബ്ബാസിന് അറിയാമായിരുന്നു യൂനുസ് നബി ജനിച്ചും ജീവിച്ചും നടന്ന ആള്. അങ്ങനെ ആ യൂനുസ് നബിയുടെ ചരിത്രം പറഞ്ഞ് രണ്ടുപേരും സൗഹൃദത്തിലാവുകയും ഇതും ഒരു പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ട് അബ്ബാസ് അവിടുന്ന് മുസ്ലിമായി എന്നുള്ള ടിസ്റ്റ് അവിടെയല്ല ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഒരു ഇസ്ലാമിക പ്രബോധന രംഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു അരമണിക്കൂർ മുമ്പ് അപ്പുറത്ത് ജിബിരിയിൽ വന്ന് ചോദിക്കുകയാണ്, ഈ സമൂഹത്തെ മൊത്തം ഞാൻ നശിപ്പിക്കട്ടെ? അപ്പൊ അള്ളാന്റെ റസൂലിന്റെ താല്പര്യം എന്താണ്? വേണ്ട, ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അതാണല്ലോ എനിക്ക് ഗുണകരമായിട്ടുള്ളത് എന്ന് അള്ളാന്റെ റസൂലിന്റെ താല്പര്യം അനുസരിച്ച് അരമണിക്കൂർ കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഒരാളെ കൊണ്ടുവരികയും റസൂലുള്ളാഹിനെ ഭക്ഷണം കൊടുത്ത് ആതിഥേയത്വം സ്വീകരിക്കാൻ വിസമ്മതിച്ച ആ നാട്ടിൽ തന്നെ റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊടുത്ത് സ്വീകരിക്കുകയും അതേ സമയത്ത് ആൾ മുസ്ലിം ആവുകയും ചെയ്തു എന്നുള്ളതാണ് ഇഷ്ടം ഒന്ന്. രണ്ടാമത്തത്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പ്രവാചകനെ അവിടുന്ന് ബോധ്യപ്പെടുത്തുകയാണ്. കാരണം യൂനുസ് നബി ആരാണ്? അതായത് മത്സ്യത്തിന്റെ ആളെ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. പ്രബോധന രംഗത്ത് സജീവമായി ചെന്നപ്പോൾ നാട്ടുകാർ സ്വീകരിക്കാത്തത് കൊണ്ട് ഇട്ടോടിപ്പോയ ആളാണ് അദ്ദേഹം. എല്ലാം ഒഴിവാക്കിയിട്ട് കപ്പൽ കയറിപ്പോയി. അദ്ദേഹം മീനിന്റെ വയറ്റിൽപ്പെട്ട് 3-4 ദിവസം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളൊക്കെ ഖുർആൻ പറഞ്ഞു തന്നു. അങ്ങനെ പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പം പ്രബോധന രംഗത്ത് ഒളിച്ചോടിയ ഒരു പ്രവാചകന്റെ ചരിത്രം റസൂലുള്ളാഹിനെ ത്വര്യപ്പെടുത്തുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ് യൂനുസ് നബിയുടെ കഥ അബ്ബാസിലൂടെ പറഞ്ഞിട്ട് ആ റസൂലുള്ള അള്ളാഹുവിന്റെ പ്രവർത്തനം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ പ്രബോധന രംഗത്ത് പ്രവാചകൻ അനുഷ്ഠിക്കേണ്ട പീഡനങ്ങളും പ്രയാസങ്ങളും സഹനവും വിട്ടുവീഴ്ചയും യൂനുസിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ മനസ്സിലാക്കുകയാണ്. അതിന്റെ സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശത്ത് പിൻകാലത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന രീതിയിലേക്ക് ആ നീനവക്കാരനായ ഒരു ജൂതനായ ആ ക്രിസ്ത്യാനിയായ ആ സഹോദരനെ പ്രവാചകന്റെ സഹാബിയായി മാറുന്ന ഒരു രംഗത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ പള്ളി സ്ഥാപിച്ചതാണ്. ഒരു പ്രത്യേകതയും ലോകത്തുള്ള മറ്റൊരു പള്ളിയേക്കാൾ ഒരു പ്രത്യേകതയും അതിലില്ല. അവിടെ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാം എന്നതിൽ കവിഞ്ഞു മറ്റൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത് ഇത്രയും കാലമായിട്ട് 1400 കൊല്ലമായിട്ടും അന്ന് തോട്ടമാക്കി വെച്ചിരുന്ന ആ പ്രദേശം ഇന്നും വർഷത്തിൽ 2 തവണ വിളവെടുക്കുന്ന രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു തോട്ടമായിട്ട് സൗദി ഗവൺമെന്റ് നിലനിർത്തി, ഒരു സ്മാരകമായി നിലനിർത്തിയതല്ല. എന്തിനാ? ഒരു പ്രബോധന രംഗത്ത് ഒരു പ്രബോധകൻ സഹിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും അവിടെ കടന്നു വരുന്ന ഇസ്ലാമിക സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു വരുന്ന ആളുകളെ കുറിച്ചുള്ള ആ സംതൃപ്തിയും സമാധാനവും ഒക്കെ ആളുകൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ആ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ അബ്ബാസിന്റെ തോട്ടം നമുക്ക് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പിറകിലുള്ള ആ തോട്ടം ഒന്ന് കണ്ട് നമ്മൾ തിരിച്ച് ഇതുപോലെ ബസ്സിലേക്ക് പോകും. അള്ളാഹു നമുക്ക് ഇദ്ദേഹത്തോടെയും അതുപോലെ പ്രബോധന രംഗത്തും എല്ലാ പ്രയാസങ്ങളെയും അതിജയിക്കാൻ ഇതൊക്കെ ഒരു പ്രചോദനമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.